ഇത് എന്തേരണ്ടാ ഇത്? ഇപ്പോഴെന്തേരുന്നു മേക്കപ്പ് ഇരിക്കണത്? സ്റ്റേജിൽ പോയിട്ട് മേക്കപ്പ് ചെയ്താ പോരായിരുന്ന? വേഷം കണ്ടാൽ അറിയില്ലേ, യമധർമ്മൻ. ഓ സമ്മതിച്ചു, നിങ്ങൾ യമധർമ്മൻ തന്നെ. അല്ല, നമ്മളോട് എന്തിനു ചെറയണത്? താനാരാ? തള്ളേ, എന്നെ മനസ്സിലായില്ലേ? ഞാൻ പാറശാല പരമു. മേനക്കെടുത്ത ഓരോന്ന് വന്ന് കേറിക്കോളും. നമ്മളൊരബദ്ധം കാണിച്ചു. നിങ്ങൾ യമ ഭഗവാനാണെന്ന് നമുക്ക് തിരിഞ്ഞില്ല, ക്ഷമിച്ച് കളയും. അതൊക്കെ പോട്ടെ, എന്തേലും ഇവിടെ ഇരിക്കണത്? ഒരാത്മാവിനെ കാലപുരിക്കയക്കാൻ തനിക്ക് കഷായം ഗ്രീഷ്മ അറിയാമോ? ഓ മനസ്സിലായി, കഷായം ഗ്രീഷ്മ. അവളെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അവളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ലേ, അതുകൊണ്ട് അവളുടെ ആത്മാവിനെ എനിക്ക് കൊണ്ടുപോകണം. എൻ്റെ പൊന്നി യമരാജാവേ, യമ ഭഗവാനെ, അത് നടക്കൂല. തൂക്കേറി വിധിച്ചതൊക്കെ ശരി തന്നെ. എത്ര പേരാണിത് കാത്തു കിടക്കണത്? തൂക്കേറി നടക്കൂല. ഇതിൻ്റെ മുകളിൽ കോടതികളുണ്ടല്ലേ, സുപ്രീം കോടതി വരയ്ക്ക് ഉണ്ട്. അവർ പോവും, നോക്കിയിരിക്കുക. യമനിതൊന്നും ബാധകമല്ല. ഇതെന്തേരു ഭയങ്കര കട്ടിയുള്ള കയറ് തന്നെയല്ലേ? ഇത് കഴിച്ച് കെട്ടുമ്പോ നോവൂലേ? ഇതാണ് യമപാശം. അവളുടെ കഴുത്തിൽ കെട്ടുമ്പോ അവൾ വേദന കൊണ്ട് പിടയണം. ഒരു പാവം പയ്യനെ വെള്ളം പോലും കുടിക്കാതെ 11 ദിവസം ആശുപത്രിയിൽ ഇടിച്ചില്ലേ അവള്. അതുകൊണ്ട് ഈ യമപാശത്തിൽ ചുറ്റി വേദന എന്താണെന്ന് അവളെ അറിയിക്കും ഞാൻ. ഭഗവാൻ പറയണതൊക്കെ ശരി തന്നെ. ഒത്തിരി പോലെ വന്നൊരു പയലിനാണ് ഇവിടെ കൊന്നു കളഞ്ഞത്. 11 ദിവസം ആ കൊച്ചുപിള്ള വെള്ളം പോലും കുടിക്കാതെ കിടന്നാണ് മരിച്ചത് കേട്ടോ. അതാലോചിക്കുമ്പം ഇത്തിരിപ്പോലും വിഷമമുണ്ട് കേട്ടോ, വലിയ സങ്കടമുണ്ട്. ഇങ്ങനെയൊക്കെ ക്രൂരമായിട്ട് ചെയ്യാൻ ആ മനുഷ്യന് പറ്റൂ? എത്തിരി ചെയ്ത് കളഞ്ഞവള് ദുഷ്ടത്തി. എന്തരായാലും അവളും കുറച്ച് വേദന അനുഭവിക്കട്ടെ. ഇത് തന്നെ മുറുക്കി തന്നെ കെട്ടണം കേട്ടാ. ഓ എൻ്റെ കാല ഭഗവാനെ, യമതമ്പുരാനെ, അവളെ നല്ല പോലെ നോവിച്ച് വേണം കൊല്ലാൻ കേട്ടാ. അവള് 11 ദിവസം ഒരു പാവം പയ്യനെ നരകയാതന അനുഭവിച്ചെങ്കിൽ അവളെ ഈ പാശത്തിൽ കെട്ടി 22 ദിവസം ഈ നാട് മുഴുവൻ വലിച്ചഴയ്ക്കും ഞാൻ, ജലപാനം പോലും ചെയ്യാൻ അനുവദിക്കാതെ. അവൾ അറിയണം നരകവേദന എന്താണെന്ന്. എന്തരാവട്ടെ, എന്തരായാലും ഇവിടെ ഒന്ന് കൊന്നു കിട്ടിയാൽ യമഭഗവാൻ അത് ചെയ്യും. സന്തോഷം.